നമ്മളിപ്പോ വേദന സംഹാരികൾ, പ്രത്യേകിച്ച് അസിക്ലോഫിനാക്ക് അതുപോലെ തന്നെ ഡൈക്ലോഫിനാക്ക് എന്നീ വേദന സംഹാരികൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ വഴിയായും അല്ലെങ്കിൽ ഒരുപാട് പേര് വെറുതെ പോപ്പുലർ കോമൺ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. അപ്പൊ ഇത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പലർക്കും ഇത് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് കാരണം പിന്നെ ഭാവിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, മെയിൻലി ഗ്യാസ്ട്രിക് ബ്ലീഡിംഗ് ഓർ ഗ്യാസ്ട്രിക് അൾസർ എക്സെട്ര, അതിനെക്കുറിച്ച് ആർക്കും ഇതിനെക്കുറിച്ച് ഒരു യാതൊരു ബോധവൽക്കരണമോ അതിനെക്കുറിച്ച് കൂടുതലും അറിവില്ല. ഇന്ന് നമ്മുടെ കാലത്ത് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് മീൻസ് ഗ്യാസ്ട്രിക് അൾസർ ഒരുപാട് കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഗ്യാസ്ട്രിക് അൾസർ ഇപ്പോൾ നമ്മളൊരു 100 പേരിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 80% ആൾക്കാർക്കും ഈ ഗ്യാസ്ട്രിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഐ മീൻസ് കൂടുതലും ഗ്യാസ്ട്രിക് പെപ്റ്റിക് അൾസർ എക്സെട്രയാണ്. അത് മെയിൻ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് കോമൺ തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിന്റെ മാറ്റം, ഫുഡ് തിങ്സ്. ദെൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ മെയിൻ ആയിട്ട് ടോപ്പിക്കിൽ പറയുന്ന പോലെ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന പെയിൻ കില്ലേഴ്സ്, അസിക്ലോഫിനാക്ക് ഓർ ഡൈക്ലോഫിനാക്ക്, മെഡിക്കൽ സ്റ്റോറിൽ പോലും കോമൺ ആയിട്ട് അവൈലബിലിറ്റി ആയിട്ട് ജസ്റ്റ് ഒരു ഹെഡ് ഏക്ക് ഓർ ദേഹവേദനയായിട്ട് പോയാൽ പോലും ഉടനെ അവരൊരു പെയിൻ കില്ലർ കൊടുക്കുന്ന ഒരു രീതിയാണ്. ജസ്റ്റ് ഡോക്ടറെ പോലും നേരായ രീതിയിൽ കൺസൾട്ട് ചെയ്തില്ല. നമ്മൾ ഈ പെയിൻ കില്ലർ ഇങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കാരണം 3 or 5 days കണ്ടിന്യൂസ് പെയിൻ കില്ലേഴ്സ് പോകുന്ന കാരണം നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് കാരണം നമ്മുടെ സ്റ്റൊമക്കിനും നമ്മുടെ ഈസോഫേഗസിനും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ അത് പലർക്കും അത് അറിയത്തില്ല. ജസ്റ്റ് എല്ലാവരും കോമൺ ആയിട്ട് വൈഡ്ലി ഇതിങ്ങനെ യൂസ് ചെയ്യുവാണ്. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ഈ ആന്റിബയോട്ടിക് ഓർ ഈ പറഞ്ഞ പോലെ പെയിൻ കില്ലേഴ്സ് കഴിച്ചാലും ഇത് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇത് കാരണം നമുക്ക് മെയിനായിട്ട് നമുക്ക് അൾസർ തന്നെയാണ് ഒരു വലിയ വിഷയമായിട്ട് വരുന്നത്. അൾസർ എന്ന് പറഞ്ഞാൽ പെപ്റ്റിക് അൾസർ, അതുപോലെ തന്നെ സ്റ്റൊമക് ബ്ലീഡിങ് എക്സെട്ര ഇത് കാരണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ തടയാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിക്കുക, പിന്നെ നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെയിൻ കില്ലേഴ്സ് യൂസ് ചെയ്യുന്ന അളവ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഇല്ല, കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ എല്ലാ ഇതിനും പെയിൻ കില്ലേഴ്സ് കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ചാൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള മെഡിസിൻസും കൂടെ അതിന്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെ മാറ്റി നിർത്താനായിട്ട് പറ്റും. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു പനിയായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, ഇപ്പൊ സ്ഥിരമായിട്ട് ആസ്പിരിൻ കഴിക്കുന്നവരുണ്ട് കാർഡിയോളജി പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട്. സ്ഥിരമായിട്ട് ആസ്പിരിൻ ഇപ്പൊ ഒരു 45 or 50 years ജസ്റ്റ് ഒരു CAD പ്രോബ്ലം, ഹാർട്ട് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും സാധാരണ ആസ്പിരിൻ പ്രിഫർ ചെയ്യും. അത് ആസ്പിരിൻ പിന്നെ ലൈഫ് ലോങ് കഴിക്കേണ്ട ഒരു മെഡിസിൻ ആണ്. ഈ ആസ്പിരിൻ കഴിക്കുമ്പോഴും നമ്മുടെ ഈ സ്റ്റൊമക്കിലെ ഓരോ ലേയേഴ്സിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരികയും പിന്നെ ഇതൊരു അൾസർ ആവുകയും പിന്നെ അതൊരു ബ്ലീഡിംഗ് ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് ഡിയോഡിനൽ അൾസർ അങ്ങനെ ഗ്യാസ്ട്രിക് പെപ്റ്റിക് അൾസർ ഇതാവുന്നു, ബ്ലീഡിങ് ആവുന്ന ഒരു കണ്ടീഷൻ വരുന്നു. നമുക്കിതിനെ ഒരുപാട് രീതിയിൽ നമുക്കിതിനെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റത്തില്ല. നമുക്കിങ്ങനെ കുറച്ച് വളരെ കുറച്ച് ഈ പ്രോട്ടീൻ പമ്പ് ഇൻഹിബിറ്റേഴ്സേ ഉള്ളൂ. അതുവഴി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വെച്ചൊക്കെ ചേഞ്ച് ചെയ്ത് മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ കഴിയുന്നതും നമ്മൾ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഈ പറയുന്ന ആന്റിബയോട്ടിക്സ് എടുക്കുമ്പോഴാണെങ്കിലും ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക് ഓർ ഇതുപോലെ പെയിൻ കില്ലേഴ്സ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ കഴിയുന്നത് നമ്മൾ അതിന്റെ കൂടെ ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് മസ്റ്റായിട്ടും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം ഒരുപാട് കുടിക്കണം. നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മെഡിസിൻസ് കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതും കൂടെ കുറയുമ്പോഴാണ് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. അപ്പൊ ശരിക്കും വെള്ളം കുടിക്കുക, അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സും കൂടെ നമ്മൾ യൂസ് ചെയ്യണം, തയ്യാറാവും. നമ്മൾ പലരും മടിക്കും, കാരണം പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഇതിങ്ങനെ മെഡിസിൻസിന്റെ എണ്ണം കൂടുമ്പോൾ നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് പെയിൻ മാറുക എന്നുള്ള മാത്രം ഉദ്ദേശത്തോടെ പെയിൻ കില്ലർ മാത്രമേ നമ്മൾ കഴിക്കത്തുള്ളൂ. അതിന്റെ കൂടെ ഈ ഉണ്ടാവുന്ന ഗ്യാസ്ട്രിക് പ്രോബ്ലംസിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും പെയിൻ കില്ലർ ഉപയോഗിക്കുമ്പോൾ ഈ പെയിൻ കില്ലർ യൂസ് ചെയ്യുന്ന വളരെ കുറയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പൊ ചെറിയൊരു ഹെഡ് ഏക്ക് അങ്ങനെ നോക്കുമ്പോൾ ലൈഫ് സ്റ്റൈൽ മെഡിക്കേഷൻ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുക അങ്ങനെ ചെയ്യുന്നതിനപ്പുറം എല്ലാത്തിനും വേദന സംഹാരികൾ മാത്രം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത ആദ്യം നമ്മൾ മാറ്റണം. വേദന സംഹാരികൾ ഇപ്പോൾ ജസ്റ്റ് ഒരു തലവേദന അല്ലെങ്കിൽ ഒരു ക്ഷീണം എന്ത് വന്നാലും പെയിൻ കില്ലേഴ്സ്, ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നമ്മൾ മാക്സിമം പെയിൻ കില്ലർ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ കാർഡിയോളജി പ്രോബ്ലം അല്ലെങ്കിൽ CVA പ്രോബ്ലംസ് ഉള്ളവർക്ക് ആസ്പിരിൻ കഴിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ അവർ ലൈഫ് ലോങ് ആസ്പിരിൻ കഴിക്കുന്നവരാണ്. പക്ഷെ അവരത് മനസ്സിലാക്കുക, കൂടെ ഒരു പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സും കൂടെ കഴിച്ചാൽ മാത്രമേ ഇതിന് നാളെ സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ ആസ്പിരിൻ കഴിക്കുന്നവർ സ്ഥിരമായിട്ട് കഴിക്കുന്നവർ നാളെ സമയത്ത് ഏറ്റവും വലിയ വിഷയം ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ബ്ലീഡിങ്, അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരു മസ്റ്റായിട്ടും ഒരു പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് മസ്റ്റായിട്ടും ബിഫോർ ഫുഡ്, ഒരു 30 minutes ബിഫോർ ഫുഡ് ഈ പ്രോട്ടോൺ ഇൻഹിബിറ്റേഴ്സ് കഴിക്കുക. ദെൻ അതിനുശേഷം ഫുഡ് കഴിച്ച് അരമണിക്കൂറിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കാവൂ, മെഡിസിൻ കഴിക്കാവൂ. ദെൻ പിന്നെ ഏറ്റവും വലിയൊരു ഇന്ന് ഈ ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ വിഷയമാണ് നമ്മൾ ഈ ഫുഡ് ലേറ്റ് ആയിട്ട് കഴിക്കുക. ഇപ്പോൾ നൈറ്റ്
10 മണിക്കോ 8 മണിക്കോ ഇല്ലെങ്കിൽ അങ്ങനെ ലേറ്റ് ആയിട്ട് നമ്മളെപ്പോഴും ഉറങ്ങുന്നതിന് സ്ലീപ്പിംഗ് പോകുന്നതിന് മുമ്പ് 3 hours മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം. അപ്പൊ അതും ഒരു ഗ്യാസ്ട്രിക് അൾസറിന് വലിയൊരു വിഷയം ഉണ്ടാക്കുന്നതാണ്. പിന്നെ മെയിനായിട്ട് ഈ പെയിൻ കില്ലേഴ്സിന്റെ യൂസ് നമ്മൾ മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മൾ ബോധവൽക്കരണം കൊടുക്കുക മറ്റുള്ളവരുടെ അടുത്ത് പ്രത്യേകം നമ്മൾ ഇത് മറ്റുള്ളവരിൽ സാധാരണ ആൾക്കാരിൽ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ കഴിയുന്നത് പെയിൻ കില്ലേഴ്സിന്റെ യൂസ് കുറയ്ക്കുക. വൈകിട്ടിലിപ്പോ മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം ജസ്റ്റ് ഒരു തലവേദന എന്ന് പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും അങ്ങ് പെയിൻ കില്ലേഴ്സ് വാങ്ങി കഴിക്കുന്നു, സ്വന്തമായിട്ട് ചികിത്സിക്കുന്ന ആ ഒരു രീതിയാണ്. ഇവർക്ക് ആർക്കും അറിയില്ല ഈ പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നതിന്റെ കൂടെ പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് കഴിക്കണം, ഇല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇന്നവയാണ്. ഇതൊന്നും ആർക്കും അറിയത്തില്ല. എല്ലാവരും വൈഡിലേക്ക് യൂസ് ചെയ്യുവാണ്. അത് കാരണം ഒരുപാട് പേര് ഒരു 40, 45, 50 ഇയേഴ്സ് ആകുമ്പോഴേ പലർക്കും ഒരു 90% ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരുവാണ്. ബ്ലീഡിങ് ഇല്ലെങ്കിൽ മലത്തിന്റെ കളർ വ്യത്യാസം വരിക, ഇതെല്ലാം ഗ്യാസ്ട്രിക് ബ്ലീഡിങ്ങിന്റെ ഓരോ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ്. ഇപ്പം നമുക്ക് വയറിൽ ഇപ്പം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾ മലത്തിൽ അതിന്റെ കളർ വ്യത്യാസം ബ്ലാക്ക് കളറായിരിക്കും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അകത്തെവിടെ ബ്ലീഡിംഗ് ഉണ്ട്, വയറിനകത്ത് ബ്ലീഡിംഗ് ഉണ്ട്. അപ്പൊ ഈ ബ്ലീഡിംഗ് ഉണ്ടാവുന്ന കാരണം ഈ പറഞ്ഞ പോലെ പെയിൻ കില്ലേഴ്സ്, ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആസ്പിരിൻ, ഇല്ലെങ്കിൽ ഇപ്പോൾ പാരസിറ്റമോൾ, ചിലത് 7-8 ദിവസം വരെ പാരസിറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ. അപ്പൊ അത് എല്ലാം ഇതിന്റെ ഒരു പെട്ടെന്നുള്ള വേദനയ്ക്ക് നല്ലതാണ്, പക്ഷെ അത് ലോങ് ടൈം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ മുട്ടുവേദനയ്ക്ക്, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, കഴുത്ത് വേദന സ്ഥിരമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവരുണ്ട്. അപ്പൊ ആ പെയിൻ കില്ലേഴ്സ് പ്രൊലോങ് ടൈം കഴിക്കുമ്പോൾ ഇതിന്റെ ഒരു വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് മാറുന്ന ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് അൾസർ ആണ്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ബ്ലീഡിംഗ് ആണ്. അത് നമ്മളത് സ്വയം മനസ്സിലാക്കുകയും മറ്റുള്ളവരെ നമ്മൾ അറിയിക്കുകയും ചെയ്യുക. മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ബോധവൽക്കരണ ക്ലാസ് കൊടുത്ത് ഇത് മനസ്സിലാക്കുക. എപ്പോഴും നിങ്ങൾ ഇത് കഴിക്കുമ്പോൾ വൈഡിൽ ഇത് കഴിക്കുന്ന സമയത്ത് മാക്സിമം ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക. പക്ഷെ കഴിക്കുന്ന സമയത്ത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ശരിക്കും വെള്ളം കുടിക്കുക. വെള്ളം നല്ലപോലെ ഒരു ദിവസം ഒരു 10-14 ഗ്ലാസ് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് കഴിച്ചെന്ന് മാത്രം ഇതാവത്തില്ല, ശരിക്കും ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ അത് അത്രത്തോളം വലിയ രീതിയിൽ നമ്മളെ അഫക്ട് ചെയ്യാതെ ഒരു പരിധി വരെ നമുക്കതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ ശരിക്കും വെള്ളം കുടിക്കുക, ആഹാരത്തിന് മുമ്പ് തന്നെ പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് കഴിക്കുക. കാരണം അതിന് ശേഷം കഴിച്ചിട്ട് കാര്യമില്ല, മെഡിസിൻ കഴിച്ചതിന് ശേഷം കഴിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഒരുമിച്ച് ഈ പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സും ഈ മെഡിസിനാണ് ഒരുമിച്ച് കഴിക്കണം. അങ്ങനെ കഴിച്ചിട്ട് യാതൊരു ഗുണമില്ല. അപ്പൊ പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് നിങ്ങൾ കഴിക്കുവാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടും ആഹാരത്തിന് 1/2 മണിക്കൂർ മുമ്പ് തന്നെ പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് കഴിക്കുക. ഫുഡ് കഴിച്ചതിന് ശേഷം ഈ മെഡിസിൻ കഴിക്കുക. എന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് അൾസർ ഒക്കെ ഉണ്ടാവാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആരംഭിക്കാൻ പറ്റും. ഈ ഗ്യാസ്ട്രിക് അൾസർ ഇന്ന് ഒരുപാട് കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരു 10 ഇയേഴ്സ് ഒരു 20 ഇയേഴ്സ് മുമ്പൊന്നും വളരെ വളരെ ജസ്റ്റ് എന്താ പറയുക, റെയർ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമായിരുന്നു ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ബ്ലീഡിങ് എക്സെട്ര. ഇന്ന് ഒരുപാട് പേർക്ക് കൂടിയാണ്. ഒന്ന് അത് ആഹാര ശൈലിയുടെ പ്രശ്നമാണ്, നമ്മുടെ ജീവിതശൈലിയിൽ ആഹാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെ കഴിക്കുന്നു, ഉറങ്ങുന്ന ലേറ്റായിട്ട് 10 മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്നു. ഇതൊക്കെ ഒരു വലിയൊരു കാരണങ്ങളാണ്. അതിന്റെ കൂടെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ ലോങ് ടൈം മെഡിസിൻ കഴിക്കുന്നവർ പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് കഴിക്കാതിരിക്കുക. അത് മെയിനായിട്ട് നമുക്കിപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർ മസ്റ്റ് കഴിച്ചേ പറ്റൂ. സ്ലൈഡിങ് ഹെർണിയ എക്സെട്ര ഉള്ളവരും കോമൺലി ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ നമ്മൾ പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സിന്റെ ഇത് നമ്മൾ ഗണ്യമായ നിലയിൽ കുറച്ചേ പറ്റുള്ളൂ. എങ്ങനെ കുറയ്ക്കണം എന്നുള്ളത് നല്ല രീതിയിലൊരു ബോധവൽക്കരണം സാധാരണക്കാർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഒരു ചെറിയൊരു പല്ലുവേദന, തലവേദന വരുമ്പം ജസ്റ്റ് 1 day or 2 day കഴിക്കുക. ദെൻ അതെന്താണ് അത് വരാനുള്ള കാരണം, ആ പെയിൻ വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യുക. അല്ലാതെ ഒരു 5 ദിവസം 6 ദിവസം ഇപ്പൊ എനിക്കൊരു പല്ലുവേദന വരുന്നു, അല്ലെങ്കിൽ ഒരു തലവേദന വരുന്നു, 8 ദിവസം വരെ പെയിൻ കില്ലർ ഇല്ലെങ്കിൽ പാരസിറ്റമോൾ കഴിച്ച് നമ്മളെ വയറിനെ നശിപ്പിക്കാതെ നമ്മളത് എന്തുകൊണ്ടാണ് വേദന വരുന്നു എന്ന് മനസ്സിലാക്കി ആ വേദനയുടെ ട്രീറ്റ് എന്തുകൊണ്ട് അതിന്റെ കോസ് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതങ്ങ് പൂർണ്ണമായിട്ട് മാറും. ഇത് പലരും ചെയ്യുന്നത് ആദ്യത്തെ 8 ദിവസം 10 ദിവസം വരെ ഈ പറഞ്ഞ പോലെ പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കും. പാരസിറ്റമോളോ ഇല്ലെങ്കിൽ അസിക്ലോഫിനാക്ക്, അല്ലെങ്കിൽ ഡൈക്ലോഫിനാക്ക്, ഇങ്ങനെയുള്ള പല പല വ്യത്യസ്തമായ മെഡിസിൻസ് പലരും ഹൈ ഡോസ് ആയിട്ടുള്ളത് കഴിച്ച് ഒരു 8 days 10 days ഇരുന്നിട്ട് ദെൻ അവർ ട്രീറ്റ് ചെയ്യാൻ പോകും. അപ്പോഴേക്കും ഓൾറെഡി ഇവിടെ അൾസർ എല്ലാം വന്ന് ഫുള്ള് പ്രശ്നമായിട്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ സ്വയം ചികിത്സയിലോട്ട് പോകരുത്. നമ്മൾ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെ ശരിക്കും കിട്ടും, പലരും കൊടുക്കുന്നുണ്ട് വൈദ്യുതി. അതുകൊണ്ട് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റോറിലും പോയി സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് 1 ദിവസം 2 ദിവസം കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം, അത് കണ്ടുപിടിച്ച് അതിന്റെ മെഡിസിൻസ് കഴിച്ച് അതിനെ ആ അസുഖത്തെ പൂർണ്ണമായിട്ടും മാറ്റുക. അങ്ങനെ ഈ പെയിൻ കില്ലേഴ്സിന്റെ യൂസ് നമുക്ക് കുറയ്ക്കാം. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു അബ്ഡോമൽ പെയിൻ വരും. അത് പക്ഷെ ഒരു സ്റ്റോൺ കൊണ്ടുള്ള പെയിൻ ആവാം, സ്റ്റോൺ കൊണ്ടാവാം, ഇല്ലെങ്കിൽ കാൽബെഡിൽ സ്റ്റോൺ ആവാം, റീനൽ കാൽക്കുലം, അങ്ങനെ ഒരുപാട് പല പല റീസൺസ് കൊണ്ടുള്ള ഒരു പെയിൻ ആവാം നമുക്ക് വരുന്നത്. നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പം പാൻക്രിയാറ്റൈറ്റിസ് എന്ത് വേണമെങ്കിലും. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ഫസ്റ്റ് ഡേ
ഒരു പെയിൻ കില്ലർ പോയി വാങ്ങി കഴിക്കുന്നു, സെക്കൻഡ് ഡേ കഴിക്കുന്നു, തേർഡ് ഡേ കഴിക്കുന്നു. ഇങ്ങനെ 4 ഡേ 5 ഡേ ഇങ്ങനെ വെച്ചിട്ടിരിക്കേണ്ടില്ല. ആ പെയിൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് അത് മുൻകൂട്ടി വേറെ ഡോക്ടറെ പോയി കണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് ആ ഒരു പെയിൻ വരാനുള്ള കാരണം സ്കാൻ ചെയ്ത് അത് കണ്ടുപിടിക്കുക. ദെൻ അതിനുള്ള മെഡിസിൻ എടുക്കുക. അപ്പോഴേക്കും ഈ പെയിൻ ഓൾറെഡി സ്വാഭാവികമായിട്ട് മാറും. നമുക്ക് ഈ പെയിൻ കില്ലേഴ്സ് ലോങ് ടൈം 5-8 ദിവസം ഉപയോഗിക്കുന്നത് മാറി 1 or 2 days പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുക. ബാക്കി ആ കോസ് ട്രീറ്റ് ചെയ്ത് മാറുമ്പോൾ പെയിൻ മാറുന്നു. അങ്ങനെ ഈ ലോങ് ടൈം നമ്മൾ ഉപയോഗിക്കുന്ന 10 or 15 days ഉപയോഗിക്കുന്നതാണ് മാറി കിട്ടും. പിന്നെ മെയിൻ ഒരു വിഷയം നമ്മൾ ആസ്പിരിൻ കഴിക്കുന്നതാണ്. ആസ്പിരിൻ ഇപ്പോൾ കാർഡിയോളജി ഉള്ളവർക്ക് ഇല്ലെങ്കിൽ ഓൾറെഡി CVA, സ്ട്രോക്ക്, ഇപ്പം പ്രഗ്നൻസിക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ ആസ്പിരിൻ. നമ്മുടെ ടാബ്ലറ്റ്സ് പല ഗൈനക് ഡോക്ടേഴ്സും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ആസ്പിരിന്റെ യൂസ് നമുക്കത് ഒരിക്കലും നിർത്താനായിട്ട് പറ്റത്തില്ല. കാരണം ആസ്പിരിൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് കഴിക്കണം എക്സെട്ര. ഇനി ഏതെങ്കിലും സർജറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സെപ്റ്റ് ആ സമയത്ത് മാത്രമേ നമുക്ക് നിർത്തി വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ആസ്പിരിൻ കഴിക്കുന്നവർ മസ്റ്റ് ആയിട്ടും പ്രോട്ടീൻ ഇമ്മ്യൂണിറ്റീസ് യൂസ് ചെയ്യണം. കാരണം അവർ ലോങ് ടൈം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് കാരണം ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ബ്ലീഡിങ് എക്സെട്ര, അത് നമ്മളത് മുൻകൂട്ടി മനസ്സിലാക്കി നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു ഇത് യൂസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇമ്മ്യൂണിറ്റീസ്, പ്രത്യേകിച്ച് ഈ ആസ്പിരിൻ ഉപയോഗിക്കുന്നവർ. കാരണം അവർക്ക് ആസ്പിരിൻ മറ്റുള്ള പെയിൻ കില്ലേഴ്സിനെ പോലെ 5 or 10 days കഴിച്ച് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർക്കത് ലൈഫ് ലോങ് ആണ്. അവരുടെ എന്താ പറയുക, അവരുടെ മരണം വരെയും അവർക്ക് ആ ഒരു ആസ്പിരിൻ എന്നുള്ള മെഡിസിൻ കണ്ടിന്യൂ ചെയ്യേണ്ട ആൾക്കാരാണ് കൂടുതലും. കാർഡിയോളജി പ്രോബ്ലം നോക്കി അവർ 90-100% കാർഡിയോളജി പ്രോബ്ലം CAD ഹിസ്റ്ററി ഉള്ളവർക്ക് അത് കഴിക്കേണ്ടതായിട്ടുണ്ട്. ഓൾഡ് CVA കേസസ് എക്സെട്ര. അപ്പൊ ഇവർക്ക് നമുക്കിപ്പം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മെഡിസിൻ അവർ ആസ്പിരിൻ കണ്ടിന്യൂ ചെയ്യുക, പ്ലസ് അതിന്റെ കൂടെ ഒരു നല്ലൊരു പ്രോട്ടീൻ ഇമ്മ്യൂണിറ്റീസും കൂടെ കഴിക്കുക. ഇങ്ങനെയുള്ളൊരു ശരിക്കും വെള്ളം കുടിക്കണം, വ്യായാമം നല്ലപോലെ ചെയ്യണം, കട്ടിയുള്ള ആഹാരം കഴിക്കാതിരിക്കുക, എണ്ണയിൽ വറുത്തം പൊരിച്ച്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള ഇതിലും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒരു പ്രോട്ടീൻ ഇമ്മ്യൂണിറ്റീസും കഴിച്ച് ഈ പറയുന്ന പോലെ ഉറങ്ങാൻ നേരത്ത് ഒരുപാട് നേരം ലേറ്റ് മിഡ് നൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക, ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുക, അങ്ങനെ കഴിച്ചു തന്നെ ഇതിലൊന്നും മാറ്റം വയ്ക്കും. പ്രോട്ടീൻ ഇമ്മ്യൂണിറ്റീസ് ഉപയോഗിക്കുന്നതിന്റെ കൂടെ നമ്മളെ ജീവിതശൈലി, ആഹാര രീതികളും കൂടെ നമ്മൾ മാറ്റം വയ്ക്കുന്ന ജീവിതശൈലി മാറ്റം, വ്യായാമം വേണം, ശരിക്കും വെള്ളം കുടിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലൊന്ന് ഒരു മാറ്റം ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ ആസ്പിരിൻ ഉപയോഗിക്കുന്നവർ ഉറപ്പായിട്ടും അത് നമ്മൾ മറ്റുള്ളവരെ ബോധവൽക്കരണം എന്താ പറയുക, അവർ ഓൾറെഡി ഈ CAD ഹിസ്റ്ററി ഉള്ളവർക്ക് കൊളസ്ട്രോളിന്റെ പ്രശ്നം കാണും, ഡയബറ്റീസ് കാണും, ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ കാണും, അങ്ങനെ ഒരു 10-14 മെഡിസിൻ കഴിക്കുന്നവരായിരിക്കും. അപ്പൊ അതിന്റെ കൂടെ ഈ ഗ്യാസിന്റെയും കൂടെ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രോട്ടീൻ ലിമിറ്റേഷൻ കൂടെ കഴിക്കുമ്പോൾ അവർക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഇന്ന് ഇത് കഴിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഇതാണ്. അപ്പൊ അതിലോട്ട് പോകാതെ അതിന് മുമ്പ് തുടക്കത്തിൽ ഇത് മനസ്സിലാക്കി പ്രോട്ടീൻ ലിമിറ്റേഴ്സ് കഴിക്കുക എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് മാത്രമേ നമുക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.